ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ഖലീഫ ആളിക്കത്തുന്നു. ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫും അതിന് എബോവ് നിൽക്കുന്ന ഒരു സെക്കൻഡ് ഹാഫും എന്നുള്ള പുറത്താക്കുന്ന വിവരങ്ങളാണ് കാണാൻ കഴിയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇവിടെ നമുക്കൊരു ടിപ്പിക്കൽ മാസ് മൂവി എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. സിനിമയ്ക്ക് ആവറേജ് റെസ്പോൺസാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, പൃഥ്വിരാജിൻ്റെ ഗംഭീരമായിട്ടുള്ള ഫിസിക്കും അതേപോലെ തന്നെ സ്റ്റൈലിഷ് ലുക്കുമാണ് എലോങ് വിത്ത് ജേക്സ് ബിജോയ്സ് എലിവേറ്റിംഗ് BGM എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 2 ആക്ഷൻസ് ബ്ലോക്സ് ഉണ്ട്, അത് ഗംഭീരമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ റോൾ കത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. എന്തായാലും പ്രെഡിക്റ്റബിളാണ് കഥകളും കാര്യങ്ങളുമൊക്കെ. അതേപോലെ തന്നെ വലിയ സ്മാർട്ട്നെസ്സോ കോൺഫ്ലിക്റ്റുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവർ നെഗറ്റീവായി പറയുന്നത്. അതുകൂടാതെ സ്മഗ്ലിംഗ് ഒക്കെ നമ്മൾ ഇതുവരെ കണ്ട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഒരു റിവെഞ്ച് ഡ്രാമ എബോവ് ആവറേജ് എന്നുള്ള ലെവലിലേക്കാണ് നമുക്ക് ആദ്യ റെസ്പോൺസ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഒരു ഡീസൻറ്റ് എന്നുള്ള ലെവലിൽ നിന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്കുള്ള സെക്കൻഡ് ഹാഫ് എന്നുള്ളത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനേക്കാളും മികച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ ഒരു പീക്ക് ഇൻട്രോ നൽകി ഗൂസ് ബംസ് ഗ്യാരണ്ടി ചെയ്തെങ്കിൽ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ലെവലിലുള്ള ഒരു എലിമെൻറ്റോടെ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ക്യാമിയോ റോൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ ഇനിയും വരുന്ന ഷോകളിലേ നമുക്കറിയാൻ കഴിയുള്ളൂ. കാരണം ഇതെല്ലാം തന്നെ ആദ്യം വരുന്നത് ഒന്നെങ്കിൽ ഫാൻസ് അല്ലെങ്കിൽ എതിരാളികൾ അല്ലെങ്കിൽ ഡീഗ്രേഡേഴ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നവരിൽ നിന്നാണ്. എന്തായാലും ഈ ഒരു സിനിമ കണ്ടിടത്തോളം അല്ലെങ്കിൽ കേട്ടിടത്തോളം മികച്ച ഒരു എബോവ് ആവറേജിലേക്ക് നിൽക്കുന്നു. അതിനകത്തിൽ മറ്റൊരു റെസ്പോൺസ് കൂടെ നമുക്ക് നോക്കാം. ടിപ്പിക്കൽ മാസ് മൂവി ദാറ്റ് ഓഫേഴ്സ് നത്തിങ് ഫ്രഷ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പിയേർഡ് ആൻഡ് തിയേറ്റർ ലിറ്ററലി ഷുക്ക് എന്നുള്ളത്, മോഹൻലാൽ വരുമ്പോൾ തിയേറ്റർ ഇളകി മറിയുന്നു എന്നുള്ളതാണ്. എൻഡിങ്ങും കാര്യങ്ങളുമൊക്കെ കൊള്ളാം, ഗംഭീരമാകുന്നു എന്നുള്ള കാര്യമാണ്. ഒരു മാസ് പടം എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തിൽ പറയുന്നത്. ഒരു ഗുഡ് മസാല പടം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്താൽ ഗ്രീൻ മീഡിയ.